നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിൽ. നരേന്ദ്രമോദിക്ക് ആവേശകരമായ സ്വീകരണം. കുവൈറ്റ് അമീറുമായി കൂടിക്കാഴ്ച നാളെ. ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകരും അധ്യാപകരും കുവൈറ്റിന്റെ ഭാവിയെയാണ് വാർത്തെടുക്കുന്നത് എന്ന് ഹലോ മോദി പരിപാടിയിൽ പ്രധാനമന്ത്രി. കട്ടപ്പനയിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സാബു തോമസ് നേരിട്ടത് ക്രൂരമായ അപമാനവും CPM ഭീഷണിയും. മുൻ ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി സന്ദേശം പുറത്ത്. ആത്മഹത്യ അന്വേഷിക്കാൻ 9 അംഗ പ്രത്യേക സംഘം. സാബുവിന് വിട ചൊല്ലി നാട്. MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്ന് മെഡിക്കൽ സംഘം. പ്രാർത്ഥനയോടെ സാഹിത്യലോകം. സുനാമി തിരകൾ ആഞ്ഞടിച്ചതിന്റെ ഓർമ്മകൾക്ക് 2 പതിറ്റാണ്ട്. അതിജീവന പാതയിൽ തീരദേശം. അമൃത ന്യൂസ് പരമ്പര ഇന്നു മുതൽ. ബിയോണ്ട് ദ വേവ്സ്, ലെസൺസ് ഫ്രം ദ ഡീപ്. വാഷിംഗ് മെഷീനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് സൗദിയിൽ മലയാളി യുവാവ് മരിച്ചു. ആലപ്പുഴ പുറക്കാട് തോട്ടപ്പള്ളി സ്വദേശി സുമേഷ് സുകുമാരനാണ് മരിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീര വരവേൽപ്പ് നൽകി കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് GCC രാജ്യങ്ങളിലെ പ്രവാസികൾ കാത്തിരുന്നത്. തൊഴിലാളി ക്യാമ്പിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ തൊഴിലാളികൾക്കൊപ്പം ലഘുഭക്ഷണവും കഴിച്ചു. കുവൈറ്റ് സമയം രാവിലെ 11:45 പ്രധാനമന്ത്രിയെ അമീരി വിമാനത്താവളത്തിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹും ഉന്നത ഭരണ നേതൃത്വവും ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് ക്ഷണിക്കപ്പെട്ട പൗരപ്രമുഖരും വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി ഹ്രസ്വ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്കിടെ രാമായണവും മഹാഭാരതവും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത കുവൈറ്റി സാഹിത്യകാരന്മാരായ അബ്ദുള്ള അൽ ബറൂൺ, അബ്ദുള്ള ലത്തീഫ് അൽ നിസഫ് എന്നിവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കുവൈറ്റിൽ കഴിയുന്ന മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞനും IFS ഓഫീസറുമായ 101 വയസ്സുകാരൻ മംഗൾ സെയിൻ ഹന്തയും പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് സ്പൈക്ക് കമ്പനിയുടെ ലേബർ ക്യാമ്പ് സന്ദർശിച്ച നരേന്ദ്രമോദി തൊഴിലാളികൾക്കൊപ്പം ലഘുഭക്ഷണവും കഴിച്ചു. പ്രാദേശിക സമയം 4:30 പ്രവാസി ഇന്ത്യൻ സമൂഹം ഒരുക്കിയ സ്വീകരണ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. ഇന്ത്യയിൽ നിന്ന് 4 മണിക്കൂർ മാത്രം യാത്രാദൂരമുള്ള കുവൈറ്റിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്താൻ 4 ദശകങ്ങൾ എടുത്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളെ മോദി അഭിനന്ദിച്ചു. കുവൈറ്റ് ആരോഗ്യ മേഖലയ്ക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ കരുത്തായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുവൈറ്റിന്റെ ഭാവിയെ വാർത്തെടുക്കുന്നതിൽ ഇന്ത്യൻ അധ്യാപകർ പ്രധാന പങ്കുവഹിച്ചുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടുകളായി ഇന്ത്യയും കുവൈറ്റുമായി നിലനിൽക്കുന്ന വ്യാപാര വാണിജ്യ ബന്ധത്തെക്കുറിച്ചും പ്രധാനമന്ത്രി വാചാലനായി. കോവിഡ് കാലത്തുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് മുന്നോട്ടു പോയതിനെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം അർദിയായിലെ ഷെയ്ഖ് ജാബിർ സ്റ്റേഡിയത്തിൽ GCC കപ്പ് ഫുട്ബോൾ മത്സര ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഞായറാഴ്ച കുവൈറ്റ് അമീർ മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. സൗദിയിലെ ജിസാനിൽ വാഷിംഗ് മെഷീനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മലയാളി യുവാവ് മരിച്ചു. ആലപ്പുഴ പുറക്കാട് തോട്ടപ്പള്ളി സ്വദേശി സുമേഷ് സുകുമാരനാണ് മരിച്ചത്. ഒരു സ്വകാര്യ കമ്പനിയിലെ അലുമിനിയം ഫാബ്രിക്കേഷൻ ടെക്നീഷ്യനായിരുന്നു. അബു അബരീഷ് താമസ സ്ഥലത്ത് വെച്ച് ഇന്നലെയാണ് മരിച്ചത്. സഹപ്രവർത്തകരെല്ലാം നമസ്കാരത്തിനായി പള്ളിയിൽ പോയിരുന്നതിനാൽ സുമേഷ് ഒറ്റയ്ക്കായിരുന്നു. റൂമിലുള്ളവർ തിരികെ എത്തിയ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യ ചെയ്ത കട്ടപ്പനയിലെ വ്യാപാരി സാബു തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി. കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നിക്ഷേപ തുക മടക്കി കിട്ടാത്തതിനെ തുടർന്നാണ് കട്ടപ്പനയിലെ വ്യാപാരിയായ സാബു ആത്മഹത്യ ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു.
വീട്ടിലെ പ്രാർത്ഥനകൾക്ക് ശേഷം കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയത്തിൽ സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അതേസമയം വ്യാപാരിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഈ മാസം 24-ന് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. എടുത്തിരിക്കുന്ന കേസ് യഥാർത്ഥ കുറ്റവാളികളെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായി ആരാണ് ഇതിന് ഉത്തരവാദികളെന്ന് മരണപ്പെട്ട സാവു എഴുതി വെച്ചിട്ടുള്ളതാണ്. അത്തരൊരു സാഹചര്യത്തിൽ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കേസ് എന്തിൻ്റെ പേരിലാണെന്നറിയത്തില്ല, വളരെ ലാഘവത്തോടെയാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു. കട്ടപ്പന തങ്കമണി CI-മാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ 9 പേരാണുള്ളത്. അമൃത ന്യൂസ്, ഇടുക്കി. കട്ടപ്പനയിൽ യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിൽ സംഘർഷം. വ്യാപാരിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാർ ആയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. കട്ടപ്പന റൂറൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതർ സാബുവിനെയും കുടുംബത്തെയും ദ്രോഹിച്ചതായി ഭാര്യ മേരിക്കുട്ടി. ബാങ്ക് മുൻ പ്രസിഡന്റും CPM നേതാവുമായ VR സജി ഭീഷണിപ്പെടുത്തിയെന്നും മേരിക്കുട്ടി. സഹകരണ ബാങ്കുകൾ തകർക്കാനാണ് CPM നേതൃത്വം നൽകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. സാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് CPM എന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസും പറഞ്ഞു. VR സജിയുടെ കയ്യിലാണ് കൊടുത്തത്. അപ്പൊ VR സജി പറഞ്ഞു, നിന്റെ പേര് കേസൊന്നും കൊടുക്കുന്നതിന് നിന്നെ എനിക്കറിയാം. ഇങ്ങനെ എന്നോട് പറഞ്ഞത്, നിന്നെ എനിക്കറിയാം, നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം താവ് വന്നിട്ട് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെ അടി പ്രശ്നങ്ങൾ, ഇത് നമുക്ക് ഇനി പൈസ കിട്ടുന്ന ലക്ഷണമില്ല, ഇനി ഒരു 15 ലക്ഷം രൂപ അടുത്ത് കിട്ടാനാണ് ഞങ്ങൾക്ക്. 14.5 ലക്ഷം രൂപയും എന്റെ പലിശയുണ്ട്. അത്രയും പൈസയിൽ നിന്നാണ് ഞങ്ങൾ 2 ലക്ഷം രൂപ ലോണായിട്ട് തരാൻ പറഞ്ഞു. ലോണും ഇല്ല, ഒന്നുമില്ല. ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. സാവുവിനെ ആ ലാസ്റ്റ് ദിവസം ഭയങ്കരമായിട്ട് അവർ ഹരാസ് ചെയ്തു. സാവുവിനെ സഹിക്കത്തില്ലാത്ത അവസ്ഥയായിരുന്നു. 10:30 ആയപ്പോൾ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു, സാവു സോറി, ഞാനുണ്ടായിരുന്ന ഒരിക്കലും അങ്ങനെ പോയി ചെയ്യുകയില്ല. കാരണം ഞാൻ എപ്പോഴും CPM തന്നെയാണ് സംസ്ഥാനത്ത് ഈ ബാങ്കുകളെ തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനോടും CPM-നോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ സഹകരണ രംഗം തകരും. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുക. കട്ടപ്പനയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ആവർത്തിക്കപ്പെടുകയാണ്. സംസ്ഥാന ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ ഭരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും നല്ല രൂപത്തിൽ കൂട്ടായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ആകെ പാളിപ്പോയത്, അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ സങ്കടം പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭാര്യയെ ആശുപത്രിയിൽ നിറക്കാൻ പണമില്ലാതെ വരുന്ന ഒരാളിനോട് അയാളുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ജീവനക്കാർ പെരുമാറണമായിരുന്നു. ഇനി അങ്ങേര് ഇത്ര കൂടുതൽ ഇച്ചിരി പ്രകോപനമായി പറഞ്ഞാലും ഇച്ചിരി പ്രകോപനപരമായി ചിലപ്പോൾ അയാൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിലും അയാളെ സ്വാതന്ത്ര്യപ്പെടുത്താനുള്ള ബാധ്യത ജീവനക്കാർക്കുണ്ട്. അത് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ കാര്യത്തിൽ ജോസിനോടൊപ്പമാണ്, ജോസിന്റെ കുടുംബത്തിനോടൊപ്പം ആണെന്നുള്ള നിലപാട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം മുഹമ്മദ് ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒളിവിൽ കഴിയുന്ന MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നീക്കം ആരംഭിച്ചത് പിന്നാലെ ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോഴിക്കോട് ജില്ലാ കോടതിയെ സമീപിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. കഴിഞ്ഞ ദിവസം പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്ത ഷുഹൈബിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവയും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കും. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായെന്ന ആരോപണം നിലനിൽക്കുകയും അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടെയാണ് MS സൊല്യൂഷൻസ് പുതിയ ചോദ്യപേപ്പർ പുറത്തുവിട്ടത്. ഈ സാഹചര്യത്തിൽ വലിയ ഗൗരവത്തോടുകൂടി തന്നെയാണ് പോലീസ് വിഷയം കൈകാര്യം ചെയ്യുന്നത്. സ്ഥാപനത്തിൽ ക്ലാസ് എടുത്തിരുന്ന അധ്യാപകരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. ചോദ്യപേപ്പർ ചോർത്താൻ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്.
സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ പ്രവചിച്ചിരുന്ന മറ്റു സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. CPM വയനാട് ജില്ലാ സമ്മേളന വേദിയിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വിവാദ പരാമർശം ഉന്നയിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. രാഹുൽ ഗാന്ധി ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ എന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റാലിക്ക് മുന്നിലും പിന്നിലും അണിനിരുന്നത് ന്യൂനപക്ഷ വർഗീയതയുടെ തീവ്ര വർഗീയ സംഘടനകൾ എന്നും വിജയരാഘവൻ പറഞ്ഞു. വർഗീയ ധ്രുവീകരണത്തിലൂടെ ഇടതുഭരണത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPIM വയനാട് ജില്ലാ സമ്മേളന വേദിയിലാണ് A. വിജയരാഘവന്റെ വിവാദ പരാമർശം. കേരളത്തിൽ ഇടതുഭരണത്തെ വർഗീയ ധ്രുവീകരണത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങിയ വിജയരാഘവൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട്. ന്യൂനപക്ഷ വർഗീയതയുടെയും തീവ്ര വർഗീയ ശക്തികളുടെയും പിന്തുണയോടെയാണ് രണ്ടുപേരും വിജയിച്ചു പോയതെന്നും വിജയരാഘവൻ ആരോപിച്ചു. ഇവിടുന്ന് ഇപ്പോൾ രണ്ടാൾ ജയിച്ചില്ലേ ഈ വയനാട്ടിൽ നിന്ന്? രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധി കൂടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാമല്ലേ? അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ ഇവിടെ? വർഗീയ ശക്തികളുടെ വോട്ട് നേടിയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി. ഹിന്ദു വർഗീയതയ്ക്ക് പുറമെ ന്യൂനപക്ഷ വർഗീയതയും കൂട്ടിച്ചേർത്ത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നുവെന്നും വിജയരാഘവൻ പരാമർശിച്ചു. അമൃത ന്യൂസ്, വയനാട്. അടിമുടി തിരുത്തൽ വേണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട്. സംഘടനാപരമായ വീഴ്ചകൾ തിരുത്തണം. മധു മുല്ലശ്ശേരി BJPയോട് അടുത്തത് അറിഞ്ഞവർ പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്തില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം മെച്ചപ്പെടണം. ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ആകുന്നില്ല. തദ്ദേശ, ആഭ്യന്തര, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെ സംഘടനാ റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. അതിനെ നയിക്കുന്ന CPIMനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പൊതുലോക ശക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിനെ സുശക്തമായി ചെറുക്കാനുള്ള കരുത്ത് എങ്ങനെ നേടാം എന്ന ചർച്ച. ഈ വർഷത്തെ സുഹൃതം ഭാഗവത പുരസ്കാരം മാതാ അമൃതാനന്ദമയി മഠം രാജ്യാന്തര ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിക്ക് സമ്മാനിച്ചു. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള അനന്തശക്തിയെ ഉണർത്തിയാൽ അസാധ്യമായ ഒന്നുമില്ല എന്ന് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് സുഹൃതം ഭാഗവത യജ്ഞസമിതിയുടെ പുരസ്കാരം മാതാ അമൃതാനന്ദമയി മഠം രാജ്യാന്തര ജനറൽ സെക്രട്ടറി കൂടിയായ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിക്ക് സമ്മാനിച്ചത്. വേദിയിലെത്തിയ സ്വാമിജിയെ സംഘാടകർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തലമുറകളെ മാറ്റാൻ ആധ്യാത്മിക സദസ്സുകളിൽ കുട്ടികളുടെ പ്രാതിനിധ്യം കൂടേണ്ടത് അനിവാര്യമാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. നിശബ്ദതയിലും സംഗീതമുണ്ട്, നിശ്ചലതയിലും നൃത്തമുണ്ട്, വൈലീപ്യത്തിലും സൗന്ദര്യമുണ്ട്, ദുഃഖത്തിന്റെ തീച്ചുളയിലും ആനന്ദത്തിന്റെ കുളിർമയുണ്ട്. സ്നേഹം എല്ലാറ്റിനെയും അത്യന്തം മനോഹരമാക്കുന്നു. ക്ഷേത്രം എന്നത് എല്ലാ നന്മകളുടെയും സംഗമ ഭൂമിയാണെന്നും ഒരാളിൽ ഊർജം നിറച്ച് ഗുണപരമായ മാറ്റങ്ങൾക്ക് ക്ഷേത്ര ദർശനം സഹായിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. നല്ല ചിന്ത, പ്യൂരിറ്റി ഓഫ് തോട്ട് എന്ന് നമ്മൾ പറയുന്നത്, നല്ല ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ മാറും, നമ്മുടെ കുടുംബം മാറും, നമ്മുടെ രാജ്യം മാറും. പ്രസിഡന്റ് കലാം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ മാറണം, പിന്നെ കുടുംബം മാറണം, പിന്നെയാണ് നേഷൻ. നമ്മുടെ ഉള്ളിൽ മാറ്റം വരണം. നമ്മുടെ മാതാപിതാ ഗുരു ദൈവമാണ്. ദൈവം 4ആണ്. വേണുഗോപാൽ C. ഗോവിന്ദ് അധ്യക്ഷനും ജസ്റ്റിസ് M. രാമചന്ദ്രൻ, ജസ്റ്റിസ് R. ഭാസ്കരൻ, ഡോക്ടർ VP ഗംഗാധരൻ തുടങ്ങിയവർ അംഗങ്ങളുമായ സമിതിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നും ഇത് ശുഭപ്രതീക്ഷയാണ് നൽകുന്നതെന്നും ഡോക്ടർമാർ അറിയിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയാണ്.
ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഈ മാസം 15-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച MTയുടെ ആരോഗ്യനില ഇന്നലെ ഗുരുതരമായിരുന്നുവെങ്കിലും ഇന്ന് നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അറിയിച്ചു. 3 മെഡിക്കൽ ബുള്ളറ്റിനുകളിലും MT മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും രാവിലത്തെ സമാനമായ അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പറയുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആരോഗ്യനില നിരീക്ഷിക്കുകയാണ്. ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. MT തിരിച്ചുവരുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് സംവിധായകൻ ജയരാജ് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കയറി കണ്ടു. കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. കാലൊക്കെ അനക്കുന്നുണ്ട്, പിന്നെ നോക്കുന്നുണ്ട്. കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ട്. നമുക്ക് അദ്ദേഹം തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം. അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും. അബ്ദുൾ സമദ് സമദാനി MP, ആലങ്കോട് ലീലാകൃഷ്ണൻ, ശ്രീരാമൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ, ചലച്ചിത്ര മേഖലകളിലെ ഒട്ടേറെ പേർ MTയെ കാണാൻ ആശുപത്രിയിലെത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്. കരകളെ വിഴുങ്ങി കടൽ തിരകൾ. 20 വർഷം മുമ്പായിരുന്നു അത്. വെള്ളത്തിന്റെ മലയായി വന്ന സുനാമി കരകാണാ കടലിന്റെ പല പല തീരങ്ങളെ തുടച്ചുമാറ്റി. കടലിലെ ഭൂകമ്പത്തിന്റെ തീവ്രത തിരകളെ വീടുകൾക്കും മരങ്ങൾക്കും മുകളിൽ ഉയർത്തി. ഉപ്പുവെള്ളം പിന്മടങ്ങിയപ്പോൾ ഒരുപാട് ഉയിരുകൾ ഉടൽ വിട്ടിരുന്നു. ഇന്നിപ്പോൾ 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇടവേളകൾക്കിടെ വേദന അലയടിച്ചെത്തുന്നു. അതിജീവനത്തിന്റെ പാഠങ്ങളാണ് ആശ്വാസവും കരുത്തും. അമൃത ന്യൂസ് വാർത്താ പരമ്പര ഇന്നു മുതൽ ബിയോണ്ട് ദ വേവ്സ്, ലെസൺസ് ഫ്രം ദ ഡീപ്. ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച ഭൂകമ്പത്തിനും തുടർന്നുണ്ടായ സുനാമി ദുരന്തത്തിനും 20 വർഷം തികയുമ്പോൾ മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ആയിരങ്ങളുടെ ജീവനുകൾ രക്ഷിക്കാമായിരുന്നു എന്ന തിരിച്ചറിവാണ് ഈ രംഗത്ത് പിന്നീടുണ്ടായ ഓരോ മാറ്റവും. കുറ്റമറ്റ രീതിയിലുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തിനുണ്ട്. ദുരന്തം നൽകിയ ആഘാതത്തിൽ നിന്ന് ലോകം പഠിച്ച പാഠങ്ങളിൽ ഒന്നായിരുന്നു ഈ മാറ്റം. 2004 ഡിസംബർ 26 രാവിലെ 7:59 ഇന്തോനേഷ്യയിലെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ലോകം മറക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറിയത്. 100 അടിയോളം ഉയർന്നു പൊങ്ങിയ തിരമാലകൾ കണ്ട് ലോകം ഞെട്ടിത്തരിച്ചു. 23,000 ഹിരോഷിമ ആറ്റം ബോംബുകൾക്ക് തുല്യമായ ശക്തിയിലായിരുന്നു അതിശക്തമായ ഭൂചലനമുണ്ടായത്. മണിക്കൂറിൽ 800 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിച്ച സുനാമി തിരകൾ ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, ഇന്ത്യ തുടങ്ങി 14 രാജ്യങ്ങളിലാണ് കനത്ത നാശം വിതച്ചത്. ലോകത്താകമാനം 2,26,408 പേർക്ക് ജീവൻ നഷ്ടമായി. ഇന്തോനേഷ്യയിൽ മാത്രം ജീവൻ നഷ്ടമായത് 1,65,708 പേർക്കായിരുന്നു. 16,389 പേരെ നമുക്കും നഷ്ടമായി. 10,000 ഭവനരഹിതരായി. മറ്റ് നാശനഷ്ടങ്ങൾ വേറെ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുനാമി മുന്നറിയിപ്പ് സംവിധാനമില്ലാതിരുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഈ ദുരന്തത്തിൽ നിന്ന് ലോകം ഉൾക്കൊണ്ട പാഠം എന്താണ്? ഭാവിയെ മുന്നിൽ കണ്ട് ആ പാഠങ്ങൾ വരും തലമുറയ്ക്കും പ്രയോജനപ്പെടുത്താൻ നമുക്കായിട്ടുണ്ടോ? 20 വർഷത്തിനിപ്പുറം ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ ഇതാണ്. 2004 ഫലപ്രദമായ സുനാമി മുന്നറിയിപ്പ് സംവിധാനം നൽകാതിരുന്നതിൻ്റെ ദുരന്ത ഫലം അനുഭവിച്ച ലോകത്തിൻ്റെ ശ്രദ്ധ പിന്നീട് പോയത് അത്തരം ഗവേഷണങ്ങളിലേക്കാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ലോകത്താകെ 1400-ലധികം സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിൽ 2006 ഹൈദരാബാദിൽ സുനാമി മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ് ഈ രംഗത്ത് വളരെയധികം മുന്നേറിക്കഴിഞ്ഞു. 2012 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഭൂചലനത്തെ അപഗ്രഥിച്ച് കൃത്യമായ വിവരങ്ങളും മുന്നറിയിപ്പുകളും നൽകി ജനങ്ങളുടെ ആശങ്ക അകറ്റാനും വിശ്വാസ്യത നേടാനും ഈ കേന്ദ്രത്തിന് സാധിച്ചു. ഇന്ത്യയുടെ തീരത്ത് 36 തത്സമയ ടൈഡ് ഗേജ് സ്റ്റേഷനുകളുടെ ശൃംഖലയും രാജ്യത്താകെ 26 സുനാമി മുന്നറിയിപ്പ് ഗ്രാമങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. The Indian Ocean Tsunami Warning System has 3 tsunami service providers. One is INCOIS in India, the other is BMKG in Indonesia, and the other is Bureau of Meteorology in Australia. So all these 3 systems, tsunami service providers, they have access to seismic data, sea level data, tsunami-meter data and tide gauge data when I say sea level, and they have access to models, they have access to processing techniques, communication systems. They can analyze data in real time and then provide tsunami forecast information to
26 countries within the Indian Ocean region. 2004 സുനാമിയിൽ നിന്ന് ലോകം പഠിച്ച പ്രധാന പാഠത്തിന്റെ ബാക്കിപത്രമാണ് ലോകവ്യാപകമായുള്ള മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ. നമ്മുടെ രാജ്യവും അക്കാര്യത്തിൽ വളരെ മുന്നേറി എന്നതിൽ നമുക്കും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, അമൃത TV. സുനാമി ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ഈ ഡിസംബറിൽ 2 പതിറ്റാണ്ട്. നാടിനെ പിടിച്ചുലച്ച ആ മഹാദുരന്തം 20 വർഷങ്ങൾ കഴിയുമ്പോഴും അതിജീവന പാതയിലാണ് സുനാമിയിൽ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ പല നാടുകളും. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തും. തങ്ങളുടെ ജീവനും ജീവിതവും തിരികെ നൽകിയ അമ്മയോടും മാതാ അമൃതാനന്ദമയി മഠത്തിനോടും നന്ദി പറയുകയാണ് ഇന്നും ഇവിടത്തുകാർ. ഡിസംബറിനെ ഇന്നും ഭയമാണ് ആലപ്പാടിന്. ഇവിടുത്തുകാരുടെ ഉറ്റവരും ഉടയവരുമായ 143 പേരുടെ ജീവനാണ് അന്ന് ആ രാക്ഷസ തിരമാലകൾ കവർന്നെടുത്തത്. ആ നടുക്കുന്ന ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും ഇന്നും ഇവിടെ പലരും മുക്തരല്ലെങ്കിലും അതിജീവനത്തിൻ്റെ പാതയിലാണ് ആലപ്പാട്ടുകാർ. അറബിക്കടലിനും TS കനാലിനുമിടയിൽ 17 കിലോമീറ്റർ നീളത്തിലും 20 മുതൽ 500 മീറ്റർ വരെ വീതിയിലുമായി വരമ്പ് പോലെ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ആലപ്പാട്. കടലിൽ പോയി അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ദിവസങ്ങൾ കഴിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമം. 2004 ഡിസംബർ 26 ആഞ്ഞടിച്ച 3 രാക്ഷസ തിരകൾ 143 പേരുടെ ജീവനുകളാണ് ഇവിടെ കവർന്നെടുത്തത്. ആ ദിവസത്തെ ഇന്നും ഓർത്തെടുക്കാൻ ഭയമാണ് ഇവിടുത്തുകാർക്ക്. പേടിയോടുകൂടി മാത്രമേ ഓർക്കാൻ കഴിയുന്നൊരു സംഭവമാണ്. ഇപ്പോഴൊന്നും തോന്നുന്നില്ല എങ്കിൽ പോലും ആ പേടി ആരുടെ മനസ്സിൽ നിന്ന് ഇതുവരെ മാറിയിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവം. കടലിനെ ആർക്കും പേടിയില്ലായിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ കടലിനെ പേടിച്ചു തുടങ്ങി. സുനാമി എന്ന് പറയുന്നൊരു പ്രതിഭാസം നമ്മൾ വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ സുനാമി എന്ന പേര് പോലും സുനാമിക്ക് ശേഷം കുട്ടികൾ പോലും പറഞ്ഞു തുടങ്ങി. പക്ഷേ അതൊരു ഭീകരാന്തരീക്ഷം തന്നെയായിരുന്നു. ഉടുവസ്ത്രം മാത്രമായി നനഞ്ഞുലഞ്ഞ് അലമുറയിട്ട് നിന്നവർക്ക് മുന്നിൽ അന്നവും അഭയവുമായി അമ്മ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. ദുരന്ത സമയം മുതൽ ദുരിതബാധിതർക്കിടയിലേക്കിറങ്ങിയ അമ്മയും ആശ്രമവാസികളും വിശ്രമമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. ഷെൽട്ടറുകൾ വേറെയും. 8 മാസത്തോളമാണ് ക്യാമ്പുകൾ ഇവിടെ പ്രവർത്തിച്ചത്. പിന്നെ ഉറപ്പുള്ള കിടപ്പാടങ്ങൾ അമ്മ ഒരുക്കി നൽകി. ഭീതി നിഴലിച്ച മനസ്സുകളിലേക്ക് ആത്മവിശ്വാസം നിറച്ച അമ്മ അവരെ ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ പരിശീലിപ്പിച്ചു. കടലിനിപ്പുറം കരയിലും മത്സ്യത്തൊഴിലാളികളെ വരുമാനമാർഗം നേടാനും വനിതകളെ സ്വയം പര്യാപ്തമാക്കാനും പഠിപ്പിച്ചു. ഇന്നും ആ കരുതൽ അമ്മയും അമൃതയും തുടരുകയാണ്. ആലപ്പാട് ജനതയിലെ ഓരോ ആൾക്കാരും മാതാ അമൃതാനന്ദമയിയോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ സുനാമി ദുരന്തമുണ്ടാകുന്ന സമയത്ത്, ദുരന്തമുണ്ടായിക്കഴിഞ്ഞ് ആദ്യം സഹായഹസ്തവുമായി കടന്നു ചെല്ലുന്നത് മാതാ അമൃതാനന്ദമയി മഠം തന്നെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യമായി ആഹാരം കഴിക്കുന്നത്, സുനാമിക്ക് ശേഷം ആദ്യമായി ആഹാരം കഴിക്കുന്നത് അമ്മ നൽകിയ ആഹാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സുനാമി ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനു ശേഷവും ധാരാളം സഹായങ്ങൾ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെ, താങ്ങും തണലുമായി അമ്മയുള്ളപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിലാണ് ആലപ്പാട്. ആലപ്പാട്ടെ സുനാമി സ്മൃതി മണ്ഡപത്തിനടിയിൽ നിന്നും പ്രതിപാളത്തുകൊണ്ടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മണ്ഡലപൂജ കണക്കിലെടുത്ത് ശബരിമലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന ഡിസംബർ 25-ന് 50,000 പേർക്ക് മാത്രം വെർച്വൽ ക്യൂ വഴി ദർശനം നടത്താം. അതേസമയം ഇന്നും സന്നിധാനത്ത് അയ്യപ്പ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും നാളെ പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 25-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്തെത്തും. 26-നാണ് മണ്ഡലപൂജ. അഷ്ടമുടി കായലിൽ അരങ്ങേറിയ വേഗപ്പോരിൽ ചീറിപ്പാഞ്ഞെത്തി പ്രസിഡന്റ്സ് ട്രോഫിയിൽ മുത്തമിട്ട് വിയ്യപുരം ചുണ്ടൻ. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 4ാം എഡിഷൻ ഫൈനലിൽ കാരിച്ചാൽ ചുണ്ടനും വിജയികളായി. പ്രസിഡന്റ്സ് ട്രോഫി വള്ളം കളിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് അഷ്ടമുടി കായലും കരയും ഇക്കുറി സാക്ഷ്യം വഹിച്ചത്.
10ാമത് പ്രസിഡന്റ്സ് ട്രോഫി വള്ളം കളിക്കും 4ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിനുമാണ് കൊല്ലം അഷ്ടമുടിക്കായൽ വേദിയായത്. മേയർ പ്രസന്ന ഏണസ്റ്റ് പതാക ഉയർത്തി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്ത ജലോത്സവത്തിൽ അഷ്ടമുടിക്കായലിനെയും ആയിരക്കണക്കിന് കാണികളെയും സാക്ഷിയാക്കി 3 മിനിറ്റ് 53 സെക്കൻഡ് 85 മൈക്രോ സെക്കൻഡിലാണ് വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ തുഴയെറിഞ്ഞ് ആദ്യമെത്തി പ്രസിഡന്റ്സ് ട്രോഫി ഉറപ്പിച്ചത്. 3 മിനിറ്റ് 55 സെക്കൻഡ് 14 മൈക്രോ സെക്കൻഡിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ രണ്ടാമതായെങ്കിലും 6 മത്സരങ്ങളിൽ നിന്നായി 58 പോയിന്റുകൾ കരസ്ഥമാക്കി CBL 4ാം സീസണിലെ കിരീടം സ്വന്തമാക്കി. പ്രസിഡന്റ്സ് ട്രോഫി ജേതാക്കളായ വിയപുരം ചുണ്ടൻ 57 പോയിന്റുമായി CBLൽ 2ാം സ്ഥാനം നേടി. 3 മിനിറ്റ് 55 സെക്കൻഡ് 62 മൈക്രോ സെക്കൻഡിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ CBLലും പ്രസിഡന്റ്സ് ട്രോഫിയിലും 3ാമതായി. വനിതകളുടെ 3 വള്ളങ്ങളടക്കം 10 ചെറുവള്ളങ്ങളുടെ മത്സരവും നടന്നു. ഇരുട്ടുകുത്തി B വിഭാഗത്തിൽ ഡാനിയൽ, ഇരുട്ടുകുത്തി A വിഭാഗത്തിൽ PG കർണൻ എന്നീ വള്ളങ്ങൾ കരുത്തു തെളിയിച്ചപ്പോൾ വൈപ്പ് A ഗ്രേഡ് വിഭാഗത്തിൽ ആശാ പുളിക്കിക്കളവും തെക്കനോടി വനിതകളുടെ മത്സരത്തിൽ ദേവസും ജേതാക്കളായി. വിജയികൾക്ക് NK പ്രേമചന്ദ്രൻ MPയും കൊല്ലം MLA M മുകേഷും ചേർന്ന സമ്മാനങ്ങൾ നൽകി. CBL ജേതാക്കൾക്ക് 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2ാം സ്ഥാനത്തിന് 15 ലക്ഷം രൂപയും 3ാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപയും ലഭിക്കും. അമൃത ന്യൂസ്, കൊല്ലം. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.